ഇതെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഓണത്തിന് വേണ്ടിയുള്ള ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും കുറച്ച് വെള്ളവും ചൂടുവെള്ളവും ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഈ മാവ്. അത് ഇലയിലോട്ട് പരത്തണം. നല്ലവണ്ണം പരത്തി കനം കുറച്ച് തന്നെ പരത്തണം, എന്നാലേ അതിൻ്റെ രുചി വരുവുള്ളൂ. ഇതിനകത്ത് ശർക്കരയും ഏത്തപ്പഴവും തേങ്ങയും ഏലക്കായും കൂടെ ഇട്ട് വരട്ടി വച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്പൂൺ ഇതിൻ്റെ അറ്റത്ത് വയ്ക്കുക. വച്ചിട്ട് മടക്കണം. ഇങ്ങനെ മടക്കി ഒന്നുകൂടെ ഞെക്കി കൊടുക്കണം. കനം കുറയും. ഓരോന്നായിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെക്കണം. ഞാനിപ്പോൾ ഇഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ വെച്ചു. അങ്ങനെ എല്ലാം ചെയ്യാം. ഞാനൊരു 6 കുഴച്ച് വച്ചിരിക്കുന്നത്. ഓണത്തിന് പറയാം. അവിടെ എല്ലാം പരത്തി കഴിഞ്ഞു. ഓരോന്നായിട്ട് ഇഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വയ്ക്കണം. ഞാൻ ഇഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് വയ്ക്കണത്. 6 ഉണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് ആവി കയറണം. അപ്പോഴേ നല്ലോണം വേവുള്ളൂ. വെന്തതിന് ശേഷം കാണിക്കാം. തുറന്ന് നോക്കട്ടെ ഇലയട റെഡിയായോന്ന്. പാത്രത്തിലോട്ട് മാറ്റാം. നല്ലവണ്ണം റെഡിയായി ഇലയട. ഇനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്തുള്ള തുറു കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇലയട റെഡിയായി.